രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും അതുപോലെ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, വർക്കിംഗ് ഡേയ്സ്, അതുപോലെ അല്ലാത്തവരായിക്കോട്ടെ, ആർക്കും ആയിക്കോട്ടെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കേണ്ടത്, രാവിലെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ കിടക്കും, നാളെ രാവിലെ ഇത് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. രാവിലെ എണീച്ച് കഴിഞ്ഞ് ഉടനെ നമ്മളൊരു ചായ കുടിക്കും. അത് കഴിഞ്ഞ് ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ മെയിൻ പറഞ്ഞ ടിപ്പ്. അതായത് അരിമാവ് ഉണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും അതുപോലെ വീട്ടിലുള്ളവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്താ വെച്ചാൽ രാവിലെ എണീച്ചാൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ ദോശയോ ഇഡ്ഡലിയോ എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, കുട്ടികൾക്ക് കൊടുത്തയക്കാം, ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം മാവ് ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. ഒരാഴ്ചയ്ക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ രാവിലേക്ക് നമുക്കൊന്നും നോക്കേണ്ടി വരില്ല. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ചിന് വേണ്ടി പുട്ടും കടലയും അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതുണ്ടാക്കി കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അരച്ചു വെക്കലും മാവ് അരച്ചു വെക്കലൊക്കെ മെയിൻ പരിപാടി. അതൊക്കെ ഒഴിവ് ദിവസങ്ങളിൽ ചെയ്ത് വെക്കുന്ന കേട്ടോ. അത് കഴിഞ്ഞ് അത് അയണിങ് ആണ് പിന്നത്തെ പരിപാടി. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അയൺ തന്നെയാണ് ചെയ്യാറുള്ളത്. ചില സമയങ്ങളിലാണ് പുറത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതാ നമ്മൾ രാവിലെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ക്ലീനിങ്, അതുപോലെ കുക്കിംഗ്, അതുപോലെ അയണിങ് ചെയ്യല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുക. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങും. അതൊരു റിലാക്സ്. ശരിക്കും പറഞ്ഞാൽ അടുത്ത് ബീച്ചൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല സുഖമല്ലേ. പ്രത്യേകിച്ച് ബീച്ചിൽ പോയിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമല്ലേ. ആ കടലിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ എന്തൊരു ഭംഗിയാ. അങ്ങനെ കടലൊക്കെ കണ്ടു കഴിഞ്ഞ് വൈകുന്നേരത്ത് ഡിന്നറിനുള്ള പ്രിപ്പറേഷനും ഇതൊക്കെ കൂടിയായിട്ട് വരാം. പിന്നെ എന്താ വെച്ചാൽ IPL നടക്കല്ലേ. ഇപ്പൊ എല്ലാവരും അതിന്റെ മുമ്പിലല്ലേ. ഇപ്പൊ എല്ലാവരും അതിന്റെ ഇതിലാണ്. അപ്പൊ IPL തുടങ്ങുന്നതിന് മുമ്പ് വേഗം പോയിട്ട് വരാലോ പറഞ്ഞിട്ട് ഒരു ഈവനിങ് ഇതായിട്ട് പോയി വന്നു. പിന്നെ രാത്രിത്തെ ഡിന്നറിനുള്ളത് ഉണ്ടാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞു, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാനും സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ പറ്റും. ജീരകം പൊട്ടിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, കുറച്ച് ഉള്ളി ഇടുക, പിന്നെ പൊട്ടാറ്റോ സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് രാത്രി. അപ്പോൾ പൊട്ടാറ്റോ എല്ലാം ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി. അതാകുമ്പോൾ വേഗം നല്ല ഉടഞ്ഞ് നമുക്ക് മാഷ് ചെയ്തിട്ട് എടുക്കാൻ എളുപ്പമാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, അത്രയും വേണ്ടു. കാശ്മീരി ചില്ലി പൗഡർ. വല്ലാതെ മുളക് പൊടി വേണ്ട, കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അധികം എരിയില്ലാതെ ഉപയോഗിക്കുകയാണ് നല്ലത്. എന്നിട്ട് അത് നമ്മൾ നല്ലോണം ഒരു വിസിൽ, 1-2 വിസിൽ, പൊട്ടറ്റോന്റെ വേവിനനുസരിച്ചിട്ടാണ് കേട്ടോ. അത് നമ്മളുടെ ഓരോ ഇതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. ഞാനിവിടെ 1-2 വിസിലൊക്കെ വെക്കാറുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നല്ല മാഷായി കിട്ടും. എന്നിട്ട് നമ്മളിതാ ബ്രെഡിൽ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ല ഇതാ ബട്ടറൊക്കെ ഇട്ടിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തു. ഇന്ന് രാത്രിത്തെ ഡിന്നർ ഇതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രത്യേകം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പൊട്ടാറ്റോ സാൻഡ്വിച്ചും ചിക്കൻ ഫ്രൈയും ആണ് ഇന്ന് രാത്രിത്തെ ഡിന്നർ. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കും പെട്ടെന്ന് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. കാരണം കുക്കറിൽ തന്നെ ആയത് കാരണം വേഗം നമുക്ക് ഉടക്കൊന്നും വേണ്ട, ഉടഞ്ഞു കിട്ടും ഓൾറെഡി. അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ് ഇത്. അതുപോലെ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.